കോഴിക്കോട് മഞ്ചേരി പാലക്കാട് റൂട്ടിൽ കൊട്ടപ്പുറം സ്റ്റോപ്പിൽ ചേളാരി റോഡിന് സമീപം പാണ്ടിയാട്ടുപുരം നൂർ മസ്ജിദിന് സമീപമാണ് പ്രസിദ്ധമായ ഐഷാർപ്പ് ഹെർബൽ ന്യൂറോ ക്ലിനിക്. ഇൻഡോ സിറിയൻ ഹെർബൽ ആൻഡ് റിസർച്ച് പ്രൊജക്ട് എന്നതിന്റെ പൂർണ്ണരൂപമാണ് ശ്രീ സലിം വൈദ്യർ ഐഷാർപ്പ് എന്ന പേരിലൂടെ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായി പരമ്പരാഗത ആയുർവേദ ചികിത്സാ രംഗത്ത് പ്രശോഭിക്കുന്ന സലിം വൈദ്യർ അപസ്മാരം, ബുദ്ധിമാന്ദ്യം, മസ്തിഷ്ക വളർച്ചാക്കുറവ്, അകാരണമായ ഭയം, വാതരോഗങ്ങൾ, മൂക്കിന്റെ വളവ്, കിഡ്നി രോഗങ്ങൾ, തലവേദന, അലർജി, തുമ്മൽ എന്നിവയെല്ലാം ഫലപ്രദമായി ചികിത്സിച്ച് ഭേദപ്പെടുത്തിയിട്ടുണ്ട്. 100% ഫലം ഉറപ്പുതരുന്ന സലിം വൈദ്യരുടെ മരുന്നുകൾക്ക് ഒരു ദേശമാകെ നേർസാക്ഷികളാണ്. MP അബുമൊല്ലയിൽ നിന്ന് പാരമ്പര്യ വൈദ്യം അഭ്യസിച്ച ശ്രീ PT സലിം വൈദ്യരെ തേടി നാടിന്റെ നാനാഭാഗത്തു നിന്നും ഇന്ന് വൃക്ക രോഗികളും പ്രമേഹ രോഗികളും എത്തിച്ചേരാറുണ്ട്. പാൻക്രിയാസിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനായി പ്രമേഹ രോഗികൾക്ക് കൃത്രിമമായി ഇൻസുലിൻ നൽകുമ്പോൾ മറ്റ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തിന് അത് സാരമായ തകരാറ് ഉണ്ടാക്കുന്നുണ്ട്. ഈ തകരാറ് പരിഹരിക്കുവാനുള്ള അപൂർവ ഇനം പച്ചമരുന്നുകളുടെ പ്രത്യേക ആയുർവേദ കൂട്ടിലൂടെയാണ് സലിം വൈദ്യർ ചികിത്സ നടത്തുന്നത്. പ്രമേഹം എന്നത് ഒരു ഗ്രന്ഥിയെ മാത്രം ആശ്രയിച്ചുണ്ടാകുന്ന ഒരു അസുഖമല്ല. ശരീരത്തിൻ്റെ എല്ലാ ഗ്രന്ഥികളെയും പ്രമേഹം ബാധിക്കുന്നുണ്ട്. അതിലൊരു ഗ്രന്ഥി മാത്രമാണ് പാൻക്രിയാസ്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനാണ് നമ്മുടെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റാൻ സഹായിക്കുന്നത്. ഇൻസുലിൻ്റെ അഭാവം കൊണ്ട് പ്രമേഹം ഉണ്ടാകുന്നു എന്നതുപോലെ തന്നെ വളരെ നന്നായി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരാൾ പ്രമേഹ രോഗിയാവുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ ഇൻസുലിൻ കൊടുത്തുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. എന്നാൽ പിന്നീട് ക്രമേണ എത്ര തന്നെ ഇൻസുലിൻ കൊടുത്താലും എന്തുകൊണ്ടാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ കഴിയാത്തത്? വാസ്തവത്തിൽ പ്രമേഹം എന്നുള്ളത് ഒരു ഗ്രന്ഥിയെ മാത്രം ആശ്രയിച്ച് ചികിത്സിക്കുന്നത് അശാസ്ത്രീയമാണ്. എല്ലാ ഗ്രന്ഥികൾക്കും കിട്ടേണ്ട കിട്ടുന്ന എൻസൈം മുഴുവനായിട്ട് ശരീരത്തിന് ആവശ്യമാണ്. അത് മുഴുവൻ കിട്ടിയാലേ ശരീരത്തിൻ്റെ പ്രവർത്തനം സുഗമമാവുള്ളൂ, ബോഡിയുടെ ഇൻബാലൻസ് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇൻസുലിൻ നൽകുന്നതോടൊപ്പം തന്നെ എത്ര തന്നെ ഭക്ഷണം കുറച്ചാലും രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കുറയാതിരിക്കാനുള്ള മറ്റൊരു കാരണം ഇതിൻ്റെ പാർശ്വഫലമായി ശരീരത്തിലെ കോശങ്ങൾ മരവിച്ചു പോവുകയും ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്യാനുള്ള ആഗിരണം ചെയ്യാനുള്ള ശക്തി നഷ്ടപ്പെടുന്നതും കാരണം തന്നെയാണ്. രക്തചംക്രമണ ചികിത്സയിലൂടെ ശരീരത്തിലെ കോശങ്ങളുടെ മരവിപ്പ് പൂർണ്ണമായും മാറ്റിയെടുക്കാനും അവയ്ക്ക് വീണ്ടും പ്രവർത്തനക്ഷമത നൽകുവാനും കഴിയുമെന്ന് നമ്മൾ അനുഭവത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. എത്ര തന്നെ ഉയർന്ന പ്രമേഹമുള്ള ആളുകളെയും ഇൻസുലിൻ്റെ അളവ് കുറച്ചുകൊണ്ടാണ് നമ്മുടെ ക്ലിനിക്കിൽ ചികിത്സ നടത്തുന്നത്. ആ ചികിത്സ പൂർണ്ണമാകുന്നത് 2 ആഴ്ചക്കകം തന്നെ ഷുഗർ വളരെ കൺട്രോൾ ആവുന്നതായിട്ട് നമ്മൾ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. അതിവേഗത്തിൽ രോഗി സുഖം പ്രാപിക്കുന്നു എന്നതും യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല എന്നതും ഈ ചികിത്സാ രീതിയുടെ പ്രത്യേകതയാണ്. ശരിയായ രോഗനിർണയവും കൃത്യമായ മരുന്നുകളുടെ പ്രയോഗവുമാണ് സലിം വൈദ്യരെ വ്യത്യസ്തനാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാടിന്റെ നാനാഭാഗത്തു നിന്നും രോഗികളുടെ ഒഴുക്ക് പാണ്ടിയാട്ടുപുരത്തേക്ക് ഉണ്ടാകുന്നതും.